കാൽമുട്ടിൽ ഒരു ലിഗമെന്റ് ഇഞ്ചുറി സംഭവിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ മിക്ക ആളുകൾക്കും മെനിസ്കൽ ഇഞ്ചുറിയും ഉണ്ടാവാറുണ്ട്. മെനിസ്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിനകത്തൊരു വാഷറായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വാഷറിൽ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് അറിയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ സോണിലാണോ അതോ പെരിഫറൽ സോണിലാണോ ഇഞ്ചുറി എന്നുള്ളതാണ്. സെൻട്രൽ സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇൻറ്റീരിയർ സൈഡിലുള്ള സോണാണ്. പെരിഫറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഔട്ടർ സൈഡിലുള്ള സോണാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് സപ്ലൈ ഉള്ള ഏരിയയിലാണോ അതുപോലെ തന്നെ ബ്ലഡ് സപ്ലൈ ഇല്ലാത്ത ഏരിയയിലാണോ ഇഞ്ചുറി എന്നുള്ളതും നമുക്ക് ഏകദേശം മനസ്സിലാവണം. കാരണം സെൻട്രൽ സോണിൽ സാധാരണ രീതിയിൽ ബ്ലഡ് സപ്ലൈ കുറച്ച് കുറവാണ്. എന്നാൽ പെരിഫറൽ സോണിലേക്ക് വരുമ്പോൾ ബ്ലഡ് സപ്ലൈ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇഞ്ചുറി സംഭവിക്കുമ്പോൾ ഒരു പക്ഷേ പെരിഫറൽ സോണിലുള്ള ഇഞ്ചുറി ആണെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ഹീൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെനിസ്കസിനെ ഓഫ്ലോഡ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ സർജറി ഒഴിവാക്കാൻ സാധിക്കും. മെനിസ്കസിനെ ഓഫ്ലോഡ് ചെയ്ത് നിർത്തുക എന്ന് പൂർണ്ണമായിട്ടും സാധ്യമല്ലെങ്കിലും അത്യാവശ്യം എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് മുട്ടിനെ സ്ട്രെങ്ത് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഒരുവിധം ഇത് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ടിയർ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹീൽ ആവാനുള്ള ചാൻസസും ഉണ്ട്. ഇതേ സമയം സെൻട്രൽ സോണിലാണെങ്കിൽ അവിടെ ഹീലിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടാവില്ല. അങ്ങനെ ഉള്ള ഇഞ്ചുറീസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സർജറി എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടി വരും. കാരണം റിപ്പയറബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ, റിപ്പയറബിൾ മെനിസ്കസ് ആണെങ്കിൽ അധികം വൈകാതെ തന്നെ സർജറി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം.